ഇടപാടുകാരെ അടിമകളാക്കുന്ന ബാങ്കിംഗ് സംവിധാനത്തിനെതിരെ യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ സെപ്റ്റംബർ 16-ന് കൊച്ചി റിസർവ് ബാങ്ക് ശാഖയ്ക്ക് മുമ്പിൽ മാർച്ചും ധർണയും നടത്തും. ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി ഒളിഞ്ഞും തെളിഞ്ഞും ഇടപാടുകാരെ ബാങ്കിംഗ് മേഖല സാമ്പത്തിക ചൂഷണം ചെയ്യുകയാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു അക്കൗണ്ട് തുടങ്ങി പലരും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളൊരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ ശരി എനിക്ക് എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ പല നിയമങ്ങളും കഴിഞ്ഞുള്ള അക്കൗണ്ടുകളുടെ ഒരു പരിധി മാറ്റിവെച്ച് കഴിഞ്ഞാൽ മറ്റ് അക്കൗണ്ടുകളെല്ലാം എണ്ണം തികയ്ക്കാനായിട്ട് ബാങ്കുകൾ പലരും സമീപിക്കും. ആ സമയത്ത് അവർ പലവിധ ഓഫറുകളും നമുക്ക് പറയാറുണ്ട്. പലതരത്തിലുള്ള ഓഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ബാലൻസിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് വരില്ല, വേണ്ട രീതിയിലുള്ള എല്ലാവിധ സേവനവും നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് ഫ്രീ ലോഞ്ച് ആക്സസ് ലഭിക്കും, ഇൻ്റർനാഷണൽ ഇതിൽ ലഭിക്കും എന്നൊക്കെയുള്ള പല വാഗ്ദാനങ്ങളും, അതുപോലെ ചെക്കിനുള്ള ചാർജസ് വരില്ല, ട്രാൻസാക്ഷൻ ചാർജസ് വരില്ല, കൗണ്ടിങ് ചാർജസ് വരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ ആ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ട് ഒരാൾ തുടങ്ങി, ആകെ തുച്ഛമായ വരുമാനമുള്ള ഒരാൾ തുടങ്ങിയ ഒരു അക്കൗണ്ടാണ്. ഒരു 10,000 രൂപ വെച്ചിട്ട് ഒരാൾ അക്കൗണ്ട് തുടങ്ങി. ആ 10,000 രൂപയ്ക്കുള്ള അക്കൗണ്ടിൽ അവർക്ക് 10,000 രൂപയാണ് മിനിമം ബാലൻസ് എന്ന് പറഞ്ഞു. 10,000 അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നത്തെ ട്രാൻസാക്ഷന് ചെല്ലുമ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് 450 രൂപ കുറഞ്ഞിരിക്കുക. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് 10,000 രൂപ ഇട്ട ദിവസം തന്നെ നിങ്ങളുടെ പേരിൽ 3 രൂപ വാട്സാപ്പ് മെസ്സേജിന് വേണ്ടിയിട്ട് അതിൽ മൈനസ് ചെയ്തു. അപ്പോൾ അത് പിന്നെ 9,997 ആയി. അത് മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് 450 രൂപ ഫൈൻ. ഇങ്ങനെ വരുന്ന തരത്തിലാണ് ബാങ്കുകളുടെ കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നത്. സൗജന്യമായി നൽകേണ്ട സേവനങ്ങൾക്കാണ് ഇടപാടുകാരുടെ നിക്ഷേപത്തിൽ നിന്നും അവരറിയാതെ തുക ഈടാക്കുന്നത്. വാട്സാപ്പ് മെസ്സേജ്, ചെക്ക് ബുക്ക് അനുവദിക്കുന്നതുൾപ്പെടെയുള്ള ഇടപാടുകാരറിയാതെയാണ് പണം ഈടാക്കുന്നത്. ഇടപാടുകാരുടെ സിബിൽ സ്കോർ ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ ബാങ്കുകാർ തന്നെ ചെയ്യുന്നതോടെ സമൂഹവും വ്യാപാര മേഖലയും പലവിധ പ്രതിസന്ധി നേരിടുന്നു. അക്കൗണ്ട് തുടങ്ങാനായി ബാങ്കുകാർ നൽകുന്ന വാഗ്ദാനങ്ങൾ ബാങ്കുകാർ അപ്പാടെ ലംഘിക്കുകയാണ്. ഇതിനെതിരെയാണ് സമരമെന്നും ജോബി വി ചുങ്കത്ത് പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കെ ഹെൻറി, ജില്ലാ പ്രസിഡന്റ് പി എസ് സിംസൺ, കെ ആർ ചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.